ഹായ് ഫ്രണ്ട്സ്, ആരുടെ വീട് കാണിക്കാനാ പോകുന്നത്? ഒരു സ്പെഷ്യൽ ഹോം ടൂർ. അതെ, പാണ്ടിക്കാടിലേക്കാണ് പോകുന്നത്. പാണ്ടിക്കാട് എത്തിയാ പിന്നെ ആരാ? പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീട്ടിലേക്ക്. നല്ല പാട അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നാട്ടിലേക്ക് വന്നത്. എന്നോട് എന്തേ പറഞ്ഞത്? കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഒരാളോട് ചോദിച്ചിട്ടുള്ളൂ, കറക്റ്റ് ആണ് പറഞ്ഞത്. അത് അത്രേ ഉള്ളൂ ചങ്ങായി. ഇത് പറഞ്ഞാല് പിന്നെ കേരളം കത്തിച്ച ആളാണ്, എനിക്കറിയില്ല. കൊട്ടാരാക്കാണെന്ന് വിചാരിച്ചില്ല. അല്ല, ഇത് പെരന്റെ മോഡൽ ഒന്നും മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റിയില്ല. ഒരു സംഗതി ഞാൻ അതിന്മേ മാറ്റിയിട്ടില്ല. പക്ഷെ അതേ മോഡൽ തന്നെയാണ്, കുത്തി പൊളിച്ചിട്ടില്ല. പക്ഷെ ആകെ കുത്തി പൊളിച്ചത് ഇവിടെ ടൈൽസ് ഉണ്ടായിരുന്നു ഈ സൈഡില്. അത് കണ്ടു ടൈൽസ്. ആ ടൈൽസ് കംപ്ലീറ്റ് ഈ തൂണുമൊക്കെ ടൈൽസാ. എന്നിട്ട് ഈ സാധനം കെട്ട് തേച്ച് നമ്മളെ മാർക്കറ്റ് റോ ഉണ്ടല്ലോ, തിളങ്ങുണ്ട് കേട്ടോ. തിളങ്ങല്ലേ? തിളങ്ങുണ്ട്. ഗ്രാനുൾസ് ആണ്, ഗ്രാനുൾസ്. അപ്പൊ അത് ഇങ്ങോട്ട് ഓരോ ടീമായിട്ട് ഇതാക്കി കംപ്ലീറ്റ് സെറ്റ് ആക്കി. കോലെന്നെ മാറി, ആകെ മാറിക്കണ്. ആദ്യത്തെ വീഡിയോ ഒന്ന് നോക്കാം. ഞാൻ കണ്ടത്. പിന്നെ ആകെ മാറി. പിന്നെ കട്ടിയും കാര്യങ്ങളും. ആധാറാണ് സുലൈമാനെ മനസ്സിലായി കച്ച്. ആധാറ്. അപ്പൊ സുലൈമാൻ പറഞ്ഞ ഇനി ലാസ്റ്റ് വന്നിട്ട് ഫിനിഷിംഗ് വർക്ക് ചെയ്തരായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ഈ പെരമത്തെ കംപ്ലീറ്റ് ലൈറ്റും സ്വിച്ചും ഒന്നും നോക്കില്ല, പഴയത് മാറ്റി. പക്ഷെ ഇതൊരു മുമ്പത്തെ ഒരു മോഡൽ പെരാന്ന് ഇപ്പൊ കണ്ടാ പറയില്ല കേട്ടോ. പെണ്ണുങ്ങൾ പറഞ്ഞു ഈ സാധനം പഴയ മോഡലാണ്, ഇത് പൊളിച്ചണം പറഞ്ഞു. അരങ്ങ് ഞാൻ പറഞ്ഞു അത് പൊളിച്ചിട്ട് ഇജ്ജോടെ നിക്കണ്ട, ഇറങ്ങി പോയിക്കോ പറഞ്ഞു. അതല്ലേ ആരോ പണ്ടാരോ കാര്യമായിട്ട് വെച്ചതാണല്ലോ. അത് ഒഴിവാക്കാൻ പറ്റില്ല, പഴയ ആൾക്കാർ വെക്കുമ്പോ നമുക്ക് ഒഴിവാക്കാൻ. പിന്നെ ഈ പാത്തിന്റെ കഥ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ. ആള് മാറ്റി ഇതാക്കി. എനിക്ക് പണി പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ. പെയിന്റ് അതൊക്കെ പോളിഷ് വർക്കും എല്ലാം ചെയ്യുന്നു. എല്ലാ ഫുൾ ടീം സെറ്റാ. ഇത് കുടിയിരിക്കൽ നടത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഫാറൂഖിന്റെ കുടിയിരിക്കൽ നടത്തിയതിന്റെ ഡബിൾ ആക്കും. അല്ലല്ല, ഇത് ഞാൻ വേറെ ലെവൽ തന്നെ ആക്കും. അല്ലല്ല, ഫാറൂഖിന്റെ 2 കോടിന്റെ പേര് എത്ര പറഞ്ഞേ? ഓന്റെ 2 പിന്നെ 3 കോടിയാണ്. നമ്മളത് ഒരു 10 കോടി. നമ്മളത് 10 എത്തണില്ല, പിന്നെ 8.25 അതിന് പിടിച്ചോണം കേട്ടോ. അതിലാണ് ഇപ്പൊ നിക്കണത്. അതിന് നിക്കണേ നമുക്ക് ഓരോന്ന് നോക്കണം, എന്നിട്ട് പറയാം. അതൊക്കെ നോക്കാം. ആരൊക്കെ പണിക്കാരപ്പ ഇവിടെ ഉള്ളേ? പണിക്കാരിപ്പോ ഇവിടെ പെയിന്റ് അടിക്കാരുണ്ട്, അതേപോലെ പോളിഷോ വയറിങ്ങാരുണ്ട് തോന്നുന്നു. വയറിങ്ങാരുണ്ട്, അതൊക്കെ നമ്മളെ തുണക്കാരൻ തന്നെയാണ്. അതൊന്നും തൊടാനായിട്ടില്ല കേട്ടോ, അതൊക്കെ ഫിനിഷ് ആണ്. ഇതുണ്ടല്ലേ, നമ്മളൊരു ഹോം ടൂർ നടത്താൻ വന്നപ്പോ ഇതാണ് ഇവിടുത്തെ ഹോം ടൂർ നമ്മള് നടത്താൻ പറ്റുക. ഇവിടെ ഹോം ടൂർ നടത്താനുള്ള അവസ്ഥ ആയിട്ടില്ല. അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പണി കഴിഞ്ഞിട്ട് ഒരു പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ട നിങ്ങള് പറയും ഇതെന്താണെന്ന് ചോദിച്ചു. ഇവിടെ പല സാധനങ്ങളും ഇനി കേറാണ്ട് കേട്ടോ. കേറാണ്ട് പല സംഭവങ്ങൾ കേറാണ്ട്, കംപ്ലീറ്റ് കേറാണ്ട്. ലോറ കൊടുത്തണല്ലോ, ഇതൊക്കെ കൊടുത്തത്. അപ്പൊ അടിപൊളിയാക്കി. ഇതില് കണ്ണാടി നമ്മള് പറഞ്ഞ് പിന്നെ ഒന്നും കൂടെ വലുപ്പല്ല കണ്ണാടി വേണം പറഞ്ഞാണ്ട് അപ്പൊ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പൊട്ടിച്ചോളം പറഞ്ഞു. പൊട്ടിച്ചാലും അല്ല, സാധനം വെച്ചിട്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ നമ്മളെ ആദ്യത്തെ ആൾമറ ഉണ്ടല്ലോ, അതൊക്കെ നമ്മള് ടോപ്പ് എടുത്താണ്ട് ഒന്നും പാടെ ഒന്ന് വലുപ്പല്ലത് സാധനം ഫിറ്റാക്കി. നമ്മള് ഫിറ്റാക്കി. ഇതൊക്കെ അടിപൊളിയാണല്ലോ. അലുമിനിയത്തിന്റെ ടീം ചെയ്ത് ടീമിന്റെ തുണക്കാരൻ തന്നെയാണ്. നൗഷാദ് അറിയും. ഓൻ കംപ്ലീറ്റ് നമുക്ക് വർക്ക് ഓൻ ചെയ്തതാണ്. ഫുള്ള് സെറ്റ് ആട്ടത്. അപ്പൊ ഇതേ കളർ തന്നെയാണ് നമ്മളെല്ലാം വരുന്നത്. പിന്നെ കർട്ടന് കാര്യങ്ങള് കട്ടില് ഇതൊക്കെ തന്നെ വരുന്നത്. ഒക്കെ അതേപോലെ തന്നെ നമ്മള് മിനിക്ക് പണി ചെയ്തിട്ടുള്ളൂ, പൊളിച്ചിട്ടില്ല. പെര പൊളിച്ചു കണ്ടത് ഇതാക്കൂല. ഇതിന്റെ അമ്മ ആഗ്രഹിച്ച പ്ലാനാണ് ഈ പെര. അപ്പൊ അത് മാറ്റൂല, മാറ്റുന്ന പരിപാടിയില്ല. പേര പൊളിച്ചണം പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഓൽക്കൊരു ഉദാഹരണമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെയും പൊളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ അങ്ങോട്ട് ഇതാക്കി. ഇനി മേലെ 2 സ്ഥലം കൂടി കാണിച്ചത് സ്പെഷ്യൽ സ്ഥലമാണ് കാണിച്ചത്. ഇപ്പൊ കോണിയൊക്കെ പുതിയ മോഡലുകൾ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയില്ല അത് മാറ്റിയാ മതി തോന്നിയുള്ളൂ. പിന്നെന്താ ഒക്കപ്പാടം മറ്റേ ജഗതിയാറ മാതിരി കൊളാബിനാ നടക്കണ്ടല്ലേ. കൊളാബിമ്പോ ഇങ്ങനെ പോകല്ലേ, അല്ലാതെ വേറെ രീതിയിലല്ലല്ലോ പോണത്. ഇതൊക്കെ കോടികൾ നമ്മള് പറയണ്ടെങ്കിലും അല്ലേ, ലക്ഷങ്ങൾ എന്തായാലും വേണപ്പോ ഇതിനൊക്കെ. ഇപ്പൊ ഞങ്ങളെല്ലാരും കിടക്കണത് ഈ റൂമിലാണ്. ചെരുപ്പിട്ടോ ഇപ്പൊ എല്ലാരും കിടക്കണത് ഞങ്ങൾ ഈ റൂമിലാണ് കിടക്കുന്നത്. ഈ പെരപ്പണി ആയാലുള്ള ഒരു പ്രശ്നം അതാണ്. പക്ഷെ ഈ പെരയില് ഈ ആൾമറ മാറ്റിയിട്ടില്ല, അത് മാറ്റും. അതെന്താ നിങ്ങൾ കല്യാണത്തിന് ഉണ്ടാക്കിയ ആൾമാരെ? അല്ലല്ല, ഇത് റിച്ചുവിന്റെ റൂമാണ്. അവന്റെ റൂം. ഈ സാധനമൊക്കെ കംപ്ലീറ്റ് നമ്മളിത് തിളക്കില്ലേ. നമ്മള് പിന്നെ ഫാറൂഖിന്റെ പേര് ചെയ്ത ഈ കളർ അടിപൊളിയാട്ടോ. സെയിം കളറാണ്. സെയിം കളർ തന്നെ കേട്ടോ. അത് ചെയ്ത്
ഫാറൂഖിന്റെ പേര് ചെയ്ത അതേപോലെ വീഡിയോ വരാണ്ടാവും പഞ്ഞില്ലേ അതൊക്കെ ഭരണ നീ എന്തൊക്കെയാണ് പിന്നെ പുറത്ത് ഓടിഞ്ഞ് മറ്റേ ഓട് സെറാമിക്കിന്റെ ഓടില്ലേ വരാണ്ടല്ലേ ഓടൊക്കെ ഉണ്ട്. അത് വരാണ്ട് കാഴ്ചകളാട്ടോ അവിടെ കാണാത്ത കാഴ്ച കുഞ്ഞാൻ കാണിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് കാണാത്ത കാഴ്ച. പക്ഷെ പെര കുത്തി പൊളിച്ച് കണ്ട് ഞമ്മളൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ റൂമൊക്കെ ഉണ്ടല്ലോ ചെറിയ 10-10 റൂം, ആകെ ഒരു വലിപ്പല്ല റൂം പറഞ്ഞാൽ മോളത്തെ നമ്മളെ ചെറുക്കന്റെ റൂം മാത്രമേ ഉള്ളൂ വലിപ്പല്ല. ബാക്കിയൊക്കെ ചെറിയ റൂമാണ്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും പെര മൊത്തം? ഒരു 2000 അതിന്റെ ഉള്ളിലാണ്. 1750. 1750 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. പക്ഷെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാല് ഒരു കാണാനുണ്ട്. കേറി വരുമ്പോ കുഞ്ഞാന്റെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. അതെ 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 അതെ, നല്ല വ്യൂ ആട്ടോ കേറി വരുമ്പോ. അതുണ്ട് ഇവിടെ ഒരാളെ ഒച്ചയും പുളിയില്. കാരണം ഞാൻ ഇവിടെ എന്ത് ഒച്ചയും പുളിയിട്ടാലും അയൽവാസികള് ആരും പിന്നെ എന്താണെന്ന് വരെ നോക്കാൻ പറ്റില്ല. കാരണം എന്താ, എന്നും ഒച്ചയും പുളിയും കേൾക്കല്ലേ. ഇനി വേറൊരു അടിപൊളി ഏരിയ ഉണ്ട് ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ ഇതിന്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. കല്യാണം വരെ ഉണ്ടാവില്ല. എത്ര പണിക്കാര് അതുണ്ടാവില്ല. ഇന്നത്തോട് കൂടി കജ്ജാണ്. ഇന്നത്തോട് കൂടി കഴിയൂലേ ഈ ഒരു സംഭവം കണ്ടു. ഇതൊരു ഒഴിഞ്ഞ സ്ഥലം, ഓപ്പൺ ടെറസ്. ഇതാണ് ഇപ്പൊ പാണ്ടിക്കാട് ടൗൺ ആണ് ഇപ്പൊ കാണുന്നത്. നേരെ ബാക്കിലാണ്. നിങ്ങൾ വന്നത് മെയിൻ റോഡാണ് ഈ കാണുന്നത്. അതെ, നമ്മളെ പെരിന്തൽമണ്ണ റോഡാണ് അവിടെ തന്നെ. ശരിക്ക് ഇതാ അതുവരെ വജ്ജുണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ നേരെ അങ്ങോട്ട് ഇറങ്ങും ചെയ്യാം. അതാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങള് ശരിക്കും പാണ്ടിക്കാട് കുഞ്ഞാണെന്നുള്ള അർത്ഥാക്കുന്നത് ഈ പാണ്ടിക്കാടിന്റെ സെന്ററിലുള്ള. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വെറുതെ പറയല്ലോ പാണ്ടിക്കാട് മുമ്പൊക്കെ പറഞ്ഞിനി നമ്മളെ നാടിനെ പറയിപ്പിച്ചാൻ വരുന്നുണ്ട്. അത് പറഞ്ഞാലും ഞമ്മക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മളെന്താ പറയോ, നമ്മള് മരണം വരെ എവിടെ പോരും പാണ്ടിക്കാട് എന്നുള്ള പേരിലാണ്. ഇന്നെ നമ്മള് ചില ഓരോ സ്ഥലത്ത് പോകുമ്പോ നമ്മൾ വിളിച്ചു പാണ്ടിക്കാടാ വിളിച്ചു. ചിലര് മാണിക്കല്ലേ വിളിച്ചു. പിന്നെ ഇപ്പടുത്ത് വേറെ പേരും പാടൊക്കെ പാണ്ടിക്കരിമ്പാറ അതും വിളിച്ചാലുണ്ട് ഇടക്ക്. അല്ല ഒക്കെ പറയണല്ലോ ഇതൊക്കെ വിളിച്ചാലും ഉള്ളില് അതെ നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറ്റും പോലും വെച്ച് തന്നിട്ട് കാര്യം. മനുഷ്യന്മാരെ പിന്നെ ആയുസ് പറഞ്ഞ പടച്ചോൻ കുറച്ചുള്ളത്. ഇപ്പൊ ഈ പെരിയില് ഞാൻ ഇപ്പൊ എല്ലാം കഴിഞ്ഞാണ്ട് ഇരിക്കുന്നു നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. കമന്റ് ഇങ്ങനെ തെറികൾ വരിക, എങ്ങനെ ഇത് സഹിക്കണ ആൾക്കാർ പറയുന്നവർക്ക് ഏതായാലും ഒരു കുറവുമില്ല. ഹലോ ഫ്രാൻസ്, എനിക്ക് കമന്റ് വേണം. ഇച്ച് എത്ര തെറി എന്നാലും ഇച്ച് ബേജാറില്ല. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. അതാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് തെറി കുറയുണ്ടോന്ന് എനിക്കൊരു സംശയം ഞാൻ പറഞ്ഞു. തെറി മതി. ഈ പേര ഇങ്ങനെയൊക്കെ ആക്കണ കണ്ടിട്ട് മുമ്പ് പേര പഴയതേനി ഇപ്പൊ ഇങ്ങനെ ആക്കണ കണ്ടിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ആക്കുണ്ടാവും. ഓലോട് പറയാനുള്ള എന്താ? ഓലോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടൈലല്ലാതെ വേറൊന്നും ഞാൻ പൊളിച്ചിട്ടില്ല. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ ഒന്ന് മിനിക്കിയതാണ്. മിനിക്ക് അത്ര മാത്രം. മിനിക്ക് പണിയാണ്. അതാണ് ഇവിടെ 14 കൊല്ലം ഞാൻ കൂടിയിരുന്നിട്ട് കംപ്ലീറ്റ് ഫർണിച്ചർ ഇവിടുത്തെ ഒഴിവാക്കി. ഈ 14 കൊല്ലം നിങ്ങൾ കൂടിയിരുന്ന ഈ ഒരു മോഡല് നല്ല മോഡലല്ല. അന്ന് ആൾക്കാർ കാണാൻ വന്നിരുന്നു. അന്നത്തെ കാലത്ത് അന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും വൈറലായില്ല. അന്ന് ആൾക്കാർ നമ്മളെ കുഞ്ഞാന്റെ പേരെ ഉസാറാട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മോഡൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കുടിയിരിക്കലിന് ആരൊക്കെ മോഹൻലാൽ മമ്മൂട്ടി പോലൊക്കെ വിളിച്ചിട്ടുണ്ട് നാളെ കേട്ടിന്. നമ്മള് എല്ലാ ടീമിനെയും കുടിയിരിക്കലിനെ വിളിച്ചു. അമ്മ മൊത്തം എല്ലാരെയും വിളിച്ചു. എല്ലാം നോക്കിയിട്ട് കാര്യമില്ല. വരുന്നവരൊക്കെ വരട്ടെ, എല്ലാരും വരട്ടെ, കാണട്ടെ അല്ലേ. അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ സന്തോഷം വിളിച്ചതിൽ. എല്ലാരോടും സ്നേഹം മാത്രം. കുശുമ്പൊന്നും ഇല്ലട്ടോ. പറച്ചില് ചിലപ്പോ ഒന്ന് താളാങ്ങോട്ട്. അല്ല വർത്താനം നമ്മൾ അങ്ങനെ തന്നെ. അല്ലാതെ പിന്നെ അതിന് കുറയലും ഇതൊന്നും ഉണ്ടാവില്ല. നോർമലി ഇങ്ങനെയാണ്. ഇപ്പൊ പ്രവാസികളുണ്ട് നമ്മളെ വ്യൂവർ കുറെ പെരപ്പണി ഇങ്ങനെ എടുക്കാന് കുറച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓലോട് എടുക്കാന് എടുക്കണ ഒരു ചിന്ത ഉള്ള ആൾക്കാരുണ്ട്. ധൈര്യത്തിൽ തുടങ്ങിക്കോളി. അതാണ് നിങ്ങളെ പാട്ട്. ഒരു പിന്നെ 4 ലക്ഷം റുപ്യ കയ്യിലുണ്ടെങ്കിൽ തുടക്കം കുറിച്ചൊക്കെ തറപ്പണി അത് അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ വന്നോളൂ. അതെ, ഞാൻ അങ്ങനെ എഴുതുന്ന ആളാണ്. കാരണം ഇത് പണ്ട് ഈ പേരുണ്ടാക്കിയത് പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് ഉണ്ടാക്കിയതാണ്. വെല്ല പറയാം. ഇപ്പൊ ഇടക്കിടക്ക് പണ്ടം ചോദിച്ചിട്ട്. കാരണം എന്താണ് പൈസ കൂടിയിട്ട്. 40 പോകാണ്ടിട്ടോ തിമ്മയാറി ചവിട്ടി കൂട്ടും. പറയില്ല. അവിടെ ബേജാറില്ല. അപ്പൊ എല്ലാരോടും സന്തോഷം. എന്താ പറയാ, നമുക്ക് ഒരു മനസ്സിന് വേണ്ട എന്താണ് ആദ്യം വേണ്ടത്. പിന്നെ ഒരു കല്യാണം കഴിച്ച പിന്നെ
2 മാണിക്കല്ലാള് കുട്ടികളെ ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ മനസ്സിന്റെ ആഗ്രഹമാണ് ചോരാത്ത ഒരു പിന്നെ പെര. അതെല്ലാരും ആഗ്രഹം. എല്ലാവർക്കും പടച്ചോൻ തരും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഉഷാറാക്കട്ടെ. ഇൻഷാ അല്ലാഹ്.